SDP CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDP ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPIMൻ്റെ നിരീക്ഷണം. ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ തിരുത്തണം, ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തന ശൈലി അവർ സ്വീകരിക്കണം. അവർക്ക് തന്നെ നല്ലതല്ല മറ്റു തരത്തിലുള്ള രീതികൾ പിന്തുടരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ മതരാഷ്ട്രവാദികളാണ്. അപ്പം അങ്ങനല്ല, ആ നിലപാട് ഞങ്ങൾക്കില്ല എന്നാണെങ്കിൽ അതവർ തുറന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. അതാണ് ഈ പാർട്ടികളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ആരൊക്കെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരുണ്ട്, അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് LDF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. PDPയുടേതായ നിലയിൽ അതിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുമെന്ന്. അത് PDPയുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആശ്രയം എന്ന നിലപാട് PDP പിന്തുടർന്നുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനമാണ്. അല്ല, ഇപ്പോൾ ഏതെല്ലാം വർഗീയമാണ് ഏതെല്ലാം വർഗീയമല്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അഭിപ്രായമുണ്ടല്ലോ. PDP ഒരു ഘട്ടത്തിൽ വർഗീയമായ ചില നിലപാടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ശ്രീ മദനിയും അത്തരം നിലപാടുകൾ എടുത്തിരുന്നു. എന്നാൽ ശ്രീ മദനി തന്നെ പിന്നീട് വ്യക്തമാക്കി, തൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ നാസർ മദനിക്ക് ഒരു പങ്കുമില്ലാത്ത സംഭവങ്ങളിൽ അദ്ദേഹം പങ്കാളിയാണെന്ന് കൃത്രിമമായി രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി രേഖകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ കേസിൽപ്പെടുത്തുകയും അദ്ദേഹത്തെ വേട്ടയാടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മുമ്പ് ഞാൻ എടുത്തിരുന്ന നിലപാട് ഉപേക്ഷിച്ചുകൊണ്ട് നിയമപരവും ജനാധിപത്യപരവുമായ പ്രവർത്തനം മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതനുസരിച്ചുള്ള മാറ്റം അദ്ദേഹത്തിലും PDPയുടെ സമീപനത്തിലുമുണ്ട്. പക്ഷേ അത് പ്രത്യേകം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്.